നമ്മളെ ഇന്ന് പുറത്ത് പോകണേ, മോളൊക്കെ വന്നിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. ഞങ്ങളെ KSRTC ബസ്സിനാണ് പോകുന്നത്. ഇവിടെ ചെന്നിട്ട് അരമണിക്കൂർ മതി നമുക്ക് ചാക്കയിലെത്താനായിട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ടുള്ള ബസ് റൂട്ടുള്ളത് കാരണം അതുവഴി പോകും. എന്നിട്ട് ചാക്ക ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് വെട്ടുകാട് പോയി അവിടെ പോയി തിരിയൊക്കെ കത്തിച്ച് ക്രിസ്തുരാജൻ്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവമായി. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് അവിടെ പോകുന്നത്. ഞാൻ ചാക്കയെ ട്രാൻസ്ഫറായി പോകുന്നതിന് മുമ്പിട്ടേ പോകുമായിരുന്നു. 2011 തോന്നുന്നു ഞാൻ ചാക്കയിൽ പോയത്. അപ്പം മുതലേ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ നിന്ന് ഞാൻ പോകും. പിന്നെ പള്ളിക്കകത്തിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങ് താഴെ ഒരു ചാപ്പലുണ്ട്. അവിടെ എക്സിബിഷൻ പോലെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ധ്യാനിക്കാൻ ഒരു റൂമുണ്ട്. പിന്നെ അതുകൂടാതെ അതിനകത്ത് ഒരു ചെറിയ ചാപ്പലുമുണ്ട്. അവിടെയൊക്കെ പോയി അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഞാനവിടെ. ഞാനും പപ്പയും ഇപ്പം മോളും ഉണ്ടായിരുന്നു. മോളുമായിട്ട് പോയി ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ആ റീഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ഒരു അനുഭവമാണ്. പോകാത്തവരുണ്ട്, പോകണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇതാണ് ആ ചാപ്പല്. നമ്മളുടെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇതിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പുറത്തിറങ്ങിയ ഉടനെ അവിടെ കടലാണ്, ബാക്ക് സൈഡ് കടലിലൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. വെയിലല്ല അതുകൊണ്ട് അന്ന് പോയി. അതിനുശേഷം നമ്മൾ ഒരു ഓട്ടോയിൽ കയറി. പിന്നെ അപ്പോഴത്തേനും മോൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അടിപൊളി കേട്ടോ, അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഇപ്പം എവിടെന്നറിയാമോ? പാറ്റൂരായിരുന്നു തോന്നുന്നു. പേട്ടയുള്ള ഒരു ബക്കറ്റ് ബിരിയാണി കിട്ടുന്നൊരു കടയിലാണ്. ഒരാൾക്ക് ടൊമാറ്റോസ് ബേക്കേഴ്സ്, അതുകൊണ്ട് തന്നെ ബേക്കൻ ഗ്രില്ല് കണ്ട ഈ കടയിലാണ് കയറിയത്. ഒരാൾക്ക് എന്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ വന്നേ, മന്തി കഴിക്കണമെന്ന് പറഞ്ഞ് വന്നേ. പക്ഷെ മന്തി ഇല്ല, സൺഡേ മാത്രമേ ഇവിടെ മന്തി ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഉള്ള സാധനം ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച്, മട്ടൺ ബിരിയാണി. ഓക്കെ, മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. നല്ല ആംബിയൻസ് ഇവിടെ നിൽക്കിയിരിക്കുമ്പോഴേ കേട്ടോ. എന്താ അടിപൊളിയാണ്. അപ്പൊ വലിയ മൊബൈലിലാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. എനിക്ക് വേണ്ട. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. പണ്ടേ ഞാൻ ചാക്കയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഹോട്ടലിങ്ങനെ അതിൽ പോകുമ്പോഴത്തേനെ അതിൻ്റെ ആ പുറത്തെ ആ ഭംഗി കണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒന്ന് കയറാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ സാധിക്കും എന്നുള്ള കാര്യമാണ്. ഇത് പ്രതീക്ഷിക്കാതെ ഇന്നലെ ആ കടയിൽ കയറിയതാണ്. അടിപൊളി ഫുഡായിരുന്നു. ഓക്കെ, പിന്നെ ഓട്ടോയ്ക്ക് മഞ്ചൂര് പോയിട്ട് പിന്നെ ഭയങ്കര മഴയായി പോയി കേട്ടപ്പോഴത്തേനും. പിന്നെ നമ്മൾ തിരിച്ച് പോന്നു ബസ്. മക്കളെ, മമ്മി ഇപ്പോഴാ ഒരു ജീവൻ വീണത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. അമ്മയൊക്കെ ഭയങ്കര ടയർഡായി പോയി. ആ ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു മഴ വന്നപ്പോഴത്തേന് ആ ചൂടിന് ഈ തണുപ്പിലോട്ട് മാറിയപ്പോഴത്തേനെ ഭയങ്കര ഒരു ടയർഡ്നെസ് മമ്മിക്ക് വന്നു. ആ വീട്ടിൽ വന്ന് കയറി ഇച്ചിരി ചായ കുടിച്ചപ്പോഴാണ് മമ്മി ഒരു ഇച്ചിരി എനർജി കിട്ടിയത്. മക്കൾക്കോ? നമ്മൾ ആ ഷോപ്പ് ചെയ്തെടുത്ത് ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലേ?
അത് തന്നെ. ആ കുറച്ച് വീട്ടിൽ അത്യാവശ്യം ആവശ്യമുള്ള സാധനം. ഇത് പപ്പയുടെ ഒന്നും മമ്മി പറയാത്ത സാധനങ്ങൾ. മമ്മി പോയാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പപ്പയോട് പറഞ്ഞ പപ്പ പറയും നീ പോയി മേടിയെന്ന് പറയും. അതുകൊണ്ട് മമ്മി മക്കള് ചേച്ചിയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് കുറച്ച് സാധനം മേടിക്കും. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് ഓക്കെ. ചായ അടിപൊളി. ചായ കുടിച്ചപ്പോഴേ മമ്മിക്ക് ഇച്ചിരി എനർജി വന്നത് മോളെ. ഇന്നത്തെ ഔട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു മക്കൾക്ക്? ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നു. അടിപൊളി ഫുഡായിരുന്നല്ലേ? അത് തന്നെ. അത് തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു അത്. ഇനി നമുക്ക് അവിടെ പോകുമ്പോ അവിടെ നിന്ന് കഴിക്കാം. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അതെ. എന്തായിരുന്നു കടയുടെ പേരെന്തായിരുന്നു? ബക്കറ്റ് ബിരിയാണി. അങ്ങനെയാണോ എന്റെ പുറത്ത് വെച്ചിരുന്നത്? കിട്ടുന്ന സംഭവം ടൊമാറ്റോ അങ്ങനെ ടൊമാറ്റോ ബാസ്കറ്റ് അങ്ങനെ ഉണ്ടോ? ആണോ? ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമുക്ക് കൊടുക്കാം. ശരി ശരി. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ ബൈ. കണ്ട നമ്മൾ ഷോപ്പ് ചെയ്തതേ കണ്ട, എയർ ഫ്രഷ്നസ് മേടിച്ച്, സ്ക്രബ്ബർ മേടിച്ച്, പിന്നെ കണ്ട ക്ലോസറ്റില് ഫിറ്റ് ചെയ്യുന്നത്, യൂറോപ്യൻ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത്, 2 ജെല്ല് ആണ്. ഇത് പിന്നെ എൻ്റെ ഡേറ്റ്സ്, ഇത് കുറച്ച് ദിവസമായിട്ട് ഡേറ്റ്സ് ആണ്. ഇത് ബ്ലഡ് കുറവെന്ന് പറഞ്ഞു നാളെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന്. അപ്പം ഡേറ്റ്സ് ഒന്ന് കുറച്ച് മേടിച്ചതാണ്, മക്കൾക്കും കഴിക്കാം. ഇത് മമ്മീൻ്റെ ചിയാ സീഡ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളത്, ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതാണ് എൻ്റെ ഹെൽത്തിൻ്റെ രഹസ്യം, വുമൻസ് പ്ലസ്. ഇത് കുടിക്കുമ്പോൾ നല്ല എനർജറ്റിക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചായയുടെ കൂടെ, ചായ തന്നെ കുടിക്കുകയാണെങ്കിൽ എനിക്കൊരു ക്ഷീണമാണ്. ഇതിടുമ്പോൾ ഒരു എനർജറ്റിക്കാവും. ഇതൊക്കെ മമ്മി ഇത്രയും മേടിച്ചെന്താണെന്നറിയാമോ? പപ്പയുടെ അല്ലെങ്കിൽ പറഞ്ഞയച്ചാൽ പപ്പ ഒരെണ്ണമൊക്കെ മേടിച്ചോണ്ട് വരും. അത്രയാകുമ്പോൾ പിന്നെ നമ്മുടെ ഒരെണ്ണം തീർന്നു കഴിയുമ്പോഴത്തേനും എടുക്കാമല്ലോ. ഇതെന്താ? ഇത് മക്കൾക്ക് നല്ല മധുരം കഴിക്കണമെന്ന് പറഞ്ഞു. കാഷ്യൂ 2 ഫ്ലേവർ മേടിച്ചതാ. അങ്ങനെ മമ്മി കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചീപ്പ് മേടിച്ചു, പിന്നെ മക്കളുടെ ബഞ്ച്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പ് ചെയ്തത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.